സർക്കാർ തലത്തിലെ അഴിമതികളെ തുടച്ചു നീക്കാൻ കൊണ്ടുവന്ന ലോകായുക്തയുടെ ചിറക് പരസ്യമായി അരിഞ്ഞ് ചരിത്രം സൃഷ്ടിച്ച് പിണറായി സർക്കാർ. കേരളത്തിൻ്റെ ഒരിടത്ത് സർക്കാരിൻ്റെ അശാസ്ത്രീയമായ വികസന നിർമ്മിതികളിലും കോർപ്പറേറ്റ് പ്രീണന നയങ്ങളിലും ഞെരിഞ്ഞമർന്ന് തൊഴിലും കിടപ്പാടവും നഷ്ടപ്പെട്ട പാവങ്ങളുടെ നിലവിളി തീരപ്രദേശത്തെ ഉപ്പുകാറ്റിൽ അലിഞ്ഞു ചേരുന്നു. മറ്റൊരിടത്ത് പണം കൊടുത്തു വാങ്ങി പതിറ്റാണ്ടുകളായി കാർഷിക വൃത്തി നടത്തി ഉപജീവിക്കുന്ന മണ്ണിൽ നിന്ന് കുടിയിറക്കപ്പെടുമെന്ന മലയോര കർഷകരുടെ തേങ്ങലുകളും ഉയരുന്നു. വോട്ട് ബാങ്കുകൾ കാട്ടി സർക്കാരിനെ വിറപ്പിച്ച് അധികം ആനുകൂല്യങ്ങൾ കൈപ്പറ്റി സാമുദായിക ഭദ്രത ഉറപ്പിച്ച് മതാധിഷ്ഠിത ഭരണകൂടം കെട്ടിപ്പടുക്കാൻ ചിലർ കാട്ടുന്ന വ്യഗ്രത പോലെയല്ല പിറന്ന മണ്ണിൽ അധ്വാനിച്ച് ജീവിക്കാനുള്ള അവകാശമാണ് ഈ ജനതകൾ മുൻപോട്ട് വയ്ക്കുന്നത്. നിലനിൽപ്പിനു വേണ്ടി സമരം ചെയ്യുന്ന തീരദേശത്തെയും മലയോര ദേശത്തെയും ജനതകൾക്ക് ശക്തമായ പിന്തുണയർപ്പിച്ചുകൊണ്ട് ന്യൂസ് ക്യാൻ ഈ ആഴ്ച ആരംഭിക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശ നിർമ്മിത വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ഏതൊരു കേരളീയനെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാൻ പോകുന്ന കാര്യം തന്നെയാണിത്. വളർച്ചയുടെയും വികസനത്തിൻ്റെയും നാഴിക കല്ലുകൾ പിന്നിട്ട് രാജ്യം 120 കോടി ജനങ്ങളുടെയും അഭിമാനം വാനോളം ഉയർത്തുമ്പോൾ തല ഉയർത്തി നിൽക്കുന്ന കേരളത്തിൻ്റെ കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ പ്രൗഢിക്കൊപ്പം തങ്കലിപികളിൽ കൊത്തിവെക്കേണ്ട ഒരു ചരിത്രമുണ്ട്. കേരളീയരായ ഏവരും നന്ദിയോടെ മാത്രം ഓർക്കേണ്ട ഒരു ത്യാഗത്തിൻ്റെ ചരിത്രം. പറന്നു വീണ മണ്ണിൻ്റെ ആത്യന്തികമായ വികസനത്തിന് ഒപ്പം നിൽക്കാൻ തങ്ങളുടെ പവിത്രമായ ദേവാലയവും പിതൃപരമ്പരകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സെമിത്തേരിയും യാതൊരു മടിയും കൂടാതെ വിലപേശാതെ കൊച്ചിയിൽ വരാൻ പോകുന്ന കപ്പൽ നിർമ്മാണശാലയ്ക്ക് വേണ്ടി പൂർണ്ണ മനസ്സോടെ വിട്ടു നൽകിയത് വരവുകാട് എന്ന സ്ഥലത്തെ പള്ളിയും അവിടുത്തെ സാധുക്കളായ ഒരു പറ്റം ക്രൈസ്തവ വിശ്വാസികളുമാണ്. കേരളത്തിൽ അധികമാരും അറിയാനിടയില്ലാത്ത, അറിയാമെങ്കിലും പുറത്തു പറയാൻ അത്ര താല്പര്യം കാണിക്കാത്ത ആ ചരിത്രത്തെ അനാച്ഛാദനം ചെയ്തുകൊണ്ട് ദീപികയിൽ സിജോ പൈനാടത്ത് എഴുതിയ ലേഖനം ഏറെ ശ്രദ്ധേയമായിരുന്നു. കൊച്ചിയിൽ ഒരു കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കാൻ സർക്കാർ തയ്യാറെടുപ്പുകൾ തുടങ്ങിയത് 1960 ശേഷമുള്ള കാലഘട്ടത്തിലാണ്. പല കാര്യങ്ങൾ കൊണ്ടും സർക്കാരിന് ബോധിച്ച സ്ഥലങ്ങൾ ഏറെയും കത്തോലിക്ക സഭയുടെ അന്നത്തെ പെരുമാനൂർ ഇടവകയുടെ പരിധികളിലായിരുന്നു. 3 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് വിശ്വാസി സമൂഹം പടുത്തുയർത്തിയ വരവുകാട് പള്ളിയും പള്ളിയുടെ സെമിത്തേരിയുമാണ് കപ്പൽ നിർമ്മാണശാല പദ്ധതിക്കായി ഉചിതമെന്ന് സർക്കാർ കണ്ടെത്തിയ സ്ഥലം. സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ പൂക്കളും മെഴുകുതിരികളുമായി പ്രാർത്ഥനകൾ അർപ്പിക്കുന്ന, തങ്ങളുടെ പിതൃക്കൾ വിശ്രമിക്കുന്ന കല്ലറകൾ നിറഞ്ഞ ആ ഭൂപ്രദേശം വൈമനസ്യം കൂടാതെ നാടിൻ്റെ വികസനത്തിനു വേണ്ടി അവർ വിട്ടു നൽകി. അന്ന് വരാപ്പുഴ രൂപതയുടെ അധ്യക്ഷനായിരുന്ന ഡോക്ടർ ജോസഫ് അട്ടിപ്പേറ്റിയും വികാരി മോൺസിഞ്ഞോർ അലക്സാണ്ടർ വടക്കുംതലയുമായിരുന്നു ചരിത്രപരമായ ഈ തീരുമാനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. വികസനത്തിൻ്റെ നാഴിക കല്ലുകൾ താണ്ടി നമ്മുടെ രാജ്യം മുന്നോട്ട് കുതിക്കുമ്പോൾ അന്ന് അതിനായി തങ്ങളുടെ പള്ളിയും സെമിത്തേരിയും അടങ്ങുന്ന സ്ഥലം വിട്ടു നൽകിക്കൊണ്ട് വരവുകാട്ടെ കത്തോലിക്ക വിശ്വാസികൾ ആത്മത്യാഗത്തിൻ്റെ ബലിക്കല്ലിൽ പിറുപിറുപ്പ് കൂടാതെ എറിഞ്ഞുടച്ചത് തങ്ങളുടെ രാജ്യത്തോടുള്ള കൂറും പ്രതിബദ്ധതയും ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. സ്ഥലം വിട്ടു നൽകിയതിന് ശേഷം തങ്ങളുടെ പിതൃക്കളുടെ ഭൗതിക ശരീര അവശിഷ്ടങ്ങൾ പേർന്ന പേടകവുമായി വിശ്വാസികൾ MG റോഡ് ചുറ്റി അംബികാപുരത്തേക്ക് നടത്തിയ പദയാത്ര ത്യാഗത്തിൻ്റെ ഉജ്ജ്വല വിളംബര യാത്രയായി കേരളത്തിൻ്റെ ചരിത്രത്തിൽ അധികമാരാലും അറിയപ്പെടാതെ ഇന്നും അവശേഷിക്കുകയാണ്.
വിഴിഞ്ഞത്ത് അതിജീവനത്തിനു വേണ്ടി കടലിന്റെ മക്കൾ നടത്തുന്ന സമരത്തെ വക്രീകരിക്കാൻ സമരത്തിന് നേതൃത്വം നൽകുന്ന കത്തോലിക്ക സഭയെ വികസന വിരോധികളെന്നും ഒറ്റുകാരെന്നും ആക്ഷേപിക്കുന്നവർ ചരിത്രത്തിലേക്ക് അവധാനതയോടെ ഒന്ന് കണ്ണോടിക്കുമെങ്കിൽ നമുക്ക് കാണാം, തുമ്പയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിനായി സ്ഥലം വിട്ടു നൽകിയ കത്തോലിക്ക സഭയെയും സമുദായത്തെയും. 2018 പ്രളയജലം തലയ്ക്ക് മുകളിലൂടെ ഉയരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന അന്നത്തെ തിരുവനന്തപുരം ജില്ലാ കളക്ടർ വാസുകിയോട്, ഒന്നും പേടിക്കേണ്ട മാഡം, എത്ര വേണമെങ്കിലും വള്ളങ്ങളും മത്സ്യത്തൊഴിലാളികളും രക്ഷാപ്രവർത്തനത്തിന് റെഡിയാണെന്ന് പറഞ്ഞ അന്നത്തെ കത്തോലിക്ക വൈദികർ. അതേക്കുറിച്ച് കളക്ടറായിരുന്ന വാസുകി പിന്നീട് മത്സ്യത്തൊഴിലാളികളെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ വാക്കുകൾ ആരും മറന്നു കാണില്ല. ബിഷപ്പ് ഹൗസിൽ നിന്ന് ഫാദർ തിയോഡീസിന് വിളി വന്നിരുന്നു, മാഡം എത്ര മത്സ്യത്തൊഴിലാളികൾ വേണമെങ്കിലും പറയൂ, എത്ര വള്ളങ്ങൾ വേണമെങ്കിലും പറയൂ, ഞങ്ങൾ പോവാമെന്ന് പറയൂ. ആ ഒരു വാക്ക് ഒരു ജില്ലാ കളക്ടറായിട്ട്, ഒരു ഭരണാധികാരിയായിട്ട് എനിക്ക് എത്രമാത്രം ആശ്വാസം കൊടുത്തു എന്ന് വാക്കുകളാൽ പറയാൻ പറ്റില്ല. അത്രയ്ക്കും നന്ദിയുണ്ട്. ആ ഒരു വാക്ക് ഞങ്ങൾക്ക് ഒത്തിരി ധൈര്യം കൊടുത്തു. ഈ പ്രളയത്തിന് ശരിക്കും പറഞ്ഞാൽ ബൈബിളില് പറയും, പ്രളയത്തില് നോവാണ് വലിയ ബോട്ടുകൾ വെച്ച് എല്ലാവരെയും രക്ഷിച്ചു എന്ന്. പക്ഷെ ഇവിടെ നിന്ന് പോയ ഒരു മത്സ്യത്തൊഴിലാളിയും ഒരു നോവായിട്ട് മാറി ഞങ്ങൾ എല്ലാവരെയും രക്ഷിച്ചു. നാടിന്റെ വികസനത്തിനൊപ്പം തന്നെയുണ്ട് കത്തോലിക്ക സഭയുടെ ത്യാഗങ്ങളുടെ ചരിത്രവും. ഒരു കാര്യം ഞങ്ങൾ ഉറക്കെ പറയുന്നു, കത്തോലിക്ക സഭ എന്നും പീഡിത ജനത്തിന്റെ പക്ഷത്താണ്, നാടിന്റെ വികസനത്തിനൊപ്പമാണ്. സമൂഹത്തെ നശിപ്പിക്കുകയും വളർന്നു വരുന്ന തലമുറകളുടെ ക്രയശേഷികളെ തകർത്തു കളയുകയും ചെയ്യുന്ന ലഹരി എന്ന മാരക വിപത്തിനെതിരെ കേരള സർക്കാർ ഒടുവിൽ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരളം ഒറ്റക്കെട്ടായി നിന്ന് ഈ മാരക വിപത്തിനെതിരെ യുദ്ധം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസ്താവിച്ചു. കുണ്ടറ MLA PC വിഷ്ണുനാഥ് കേരളത്തിലെ വിദ്യാലയങ്ങൾ കേന്ദ്രമായി നടക്കുന്ന ലഹരി ഇടപാടുകളെക്കുറിച്ച് അടിയന്തര പ്രമേയം സഭയിൽ അവതരിപ്പിച്ചു. എന്നാൽ ഇന്ന് കേരളത്തിൻ്റെ ഭാവിയെ ബാധിക്കുന്ന മറ്റൊരു തലത്തിലുള്ള അപകടത്തിൻ്റെ സാധ്യതയിലേക്കാണ് ഈ സഭയുടെ അടിയന്തര ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നത്. സർ, കേരളം ഒരു മയക്കുമരുന്ന് ബാധിത സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യത്തെ അഭിമുഖീകരിക്കാൻ നാം സജ്ജരാകേണ്ടിയിരിക്കുന്നു. ആ ബിസിനസ്സിൻ്റെ ആഗോള കച്ചവട മൂല്യം ചില വർഷങ്ങൾക്ക് മുൻപ് തന്നെ $650 ബില്യൺ കടന്നതായി പഠനങ്ങളുണ്ട്. 2017 മാത്രം ബർഡൻ ഓഫ് ഡിസീസിൻ്റെ കണക്ക് പ്രകാരം 7 ലക്ഷം പേർ നിരോധിത മയക്കുമരുന്നുകളുടെ ഉപയോഗം മൂലം മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക്. ഭയപ്പെടുത്തുന്ന കണക്കുകളാണ് വിഷ്ണുനാഥ് മുമ്പോട്ട് വെച്ചത്. ആ പ്രമേയത്തിന് മുഖ്യമന്ത്രി നടത്തിയ മറുപടിയാണ് അതിലേറെ ശ്രദ്ധേയമായത്. ലഹരി ഉപഭോഗവും വ്യാപാരവും സമൂഹത്തിൽ കുറേ കാലമായി ഭീഷണിയായി വളർന്നിട്ടുണ്ട് എന്നത് നിസ്തർക്കമായ വസ്തുതയാണ്. ലഹരി ഉപഭോഗം സംബന്ധിച്ച് 2020 4650 2021 5334 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2022 ആഗസ്റ്റ് 29 വരെയുള്ള കണക്ക് പ്രകാരം 16,128 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ലഹരി ഉപയോഗവും ലഹരി കേസുകളും തൻ്റെ രണ്ടാം ഭരണകാലത്ത് ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത വിധത്തിൽ കുതിച്ചുയർന്നിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ സമ്മതിച്ചിരിക്കുകയാണ്. 2021 വർഷത്തെ അപേക്ഷിച്ച് 22-ലെ 8 മാസത്തിനുള്ളിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ലഹരി കേസുകളുടെ എണ്ണം 3 ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. നേരത്തെ കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കളാണ് കോളേജ് സ്കൂൾ ക്യാമ്പസുകളിൽ നിന്ന് പിടികൂടിയിരുന്നതെങ്കിൽ ഇന്നത് അന്താരാഷ്ട്ര മാർക്കറ്റുകളിൽ നിന്ന് എത്തിച്ചേരുന്ന വലിയ വിലയുള്ള MDMA തുടങ്ങിയ രാസലഹരി പോലെയുള്ള വസ്തുക്കളായി മാറിയിരിക്കുന്നു. ഇത് ബോധപൂർവം ചെയ്യുന്ന കുറ്റമാണ്. പണസമ്പാദനത്തിനു വേണ്ടി ഏത് തരം മാർഗങ്ങളും സ്വീകരിക്കാൻ മടിയില്ലാത്ത ഭീകരന്മാരാണ് മയക്കുമരുന്ന് ലഹരിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന്
മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഈ പ്രശ്നം ഇവിടെ തീരില്ല. കാരണം കേരളത്തിലെ ലഹരിയുടെ മൊത്തക്കച്ചവടക്കാർ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ളവരാണ്. അവരിൽ ബഹുഭൂരിപക്ഷവും ഇതിൻ്റെ കച്ചവടക്കാരോ ഇടനിലക്കാരോ ആണ്. സർക്കാരിനെ താങ്ങി നിർത്തുന്നത് പോലും തങ്ങളാണെന്നുള്ള വ്യാജേന കൃത്യമായ അജണ്ടകളോടെ അവർ ഇതിൽ വ്യാപരിക്കുകയാണ്. പാർട്ടി അണികളോ അനുഭാവികളോ ഏതെങ്കിലും മതപ്രത്യയ ശാസ്ത്രത്തിൻ്റെ വക്താക്കളോ ഇനി പോലീസുകാർ തന്നെയോ ആണെങ്കിൽ പോലും ലഹരി കച്ചവടത്തിൽ പിടിക്കപ്പെട്ടാൽ അവരെ അടപടലം പൂട്ടണം. ഒരു ഒത്തുതീർപ്പിനും വഴങ്ങരുത്. സഭയിൽ പ്രസ്താവിച്ചതുപോലെ അവരെ തൂക്കിയെടുത്ത് അകത്തിടാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് ധൈര്യം കാണിക്കണം. ഇതൊക്കെ ചെയ്യാൻ ആർജവമുണ്ടോ ഈ സർക്കാരിന്? എങ്കിൽ ജനമൊന്നടങ്കം ജാതി മത ഭേദമന്യേ ഈ കാര്യത്തിൽ സർക്കാരിനെ പിന്തുണയ്ക്കുക തന്നെ ചെയ്യും. എന്നാൽ സർക്കാരിൻ്റെയോ പ്രതിപക്ഷത്തിൻ്റെയോ യാതൊരു പിന്തുണയും ഇല്ലാതിരുന്നിട്ട് കൂടി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ക്രൈസ്തവ സമൂഹം ലഹരി എന്ന ഈ സാമൂഹ്യ വിപത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രതിരോധങ്ങളുടെ എല്ലാം അമരത്ത് നിന്നുകൊണ്ട് കേരളത്തിലെ സകല മക്കളുടെയും സുരക്ഷയെ കരുതി കത്തോലിക്ക സഭയുടെ അഭിവന്ധ്യ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നടത്തിയ പ്രസംഗത്തിനെതിരെ അന്ന് ഉറഞ്ഞു തുള്ളി പിതാവിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ ഇറങ്ങിയ പ്രതിപക്ഷ നേതാവ് VD സതീശന് ഇപ്പൊ പൊള്ളിയിരിക്കുകയാണ്. കാരണം സതീശൻ മടിയിലിട്ട് വളർത്തിയ ഒരു കുട്ടി ഇപ്പോൾ ലഹരിക്കടിമയായി 2ാം തവണയും ലഹരി വിമോചന കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്ന സത്യം സതീശനെ ആകെ തകർത്തിക്കളഞ്ഞിരിക്കുന്നു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ ഓടി വന്ന് എൻ്റെ മടിയിൽ കയറിയിരുന്നിരുന്ന ഒരു 4 വയസ്സുകാരൻ പയ്യനുണ്ട്. ഇത്രയും മിടുക്കനായിട്ടുള്ളൊരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. അവൻ നന്നായി പഠിച്ച് എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ്റ് ആയിരുന്നു. അവനെ SSLCക്ക് ഫുൾ A+, അതും വളരെ മാർക്കോടുകൂടി ഞാൻ MLAയുടെ മെറിറ്റ് അവാർഡ് കൊടുത്തു. +2-ന് എല്ലാത്തിനും ഫുൾ A+ കിട്ടി. ഞാൻ MLAയുടെ മെറിറ്റ് അവാർഡ് കിട്ടി. കേരളത്തിലെ പ്രശസ്തമായ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നു. അപ്പോൾ എപ്പോഴും എന്നെ ബന്ധപ്പെടും. ഓരോ സെമസ്റ്റർ പാസ്സാകുമ്പോഴും ആ മാർക്ക് എന്നെ അറിയിക്കും. സാറേ, അവനിപ്പോൾ 2ാമത്തെ പ്രാവശ്യം അഡിക്ഷൻ സെൻറ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 2ാമത്തെ പ്രാവശ്യം. എനിക്ക് പ്രതീക്ഷയില്ല സാർ, തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയില്ല. കൊച്ചിൽ തൊട്ട് എടുത്തുകൊണ്ട് നടന്ന കുട്ടിയാണ്. തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയില്ല. അത്രമാത്രം കുട്ടികളാണ്. ഞാൻ അടുത്തൊരു അഡിക്ഷൻ സെൻറ്ററിൽ പോയപ്പോൾ ഈ ഒരു വർഷം 85 കുട്ടികളെയാണ് ചെയ്തിരിക്കുന്നത്. നാട്ടിലുള്ള സകല മക്കളുടെയും രക്ഷയെ കരുതി പാലാ പിതാവ് മുന്നറിയിപ്പ് തന്നപ്പോൾ ഗാന്ധിയൻ സതീശന് അതൊട്ടും സുഖിച്ചില്ല. പിതാവിനെ അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു VD സതീശന്റെ മുറവിളി. ഇപ്പോൾ മടിയിലിട്ട് വളർത്തിയ കുട്ടിയുടെ തടിക്ക് കേടുതട്ടിയപ്പോൾ സതീശന്റെ നെഞ്ചുപൊട്ടി. ആരാന്റെ മക്കൾക്ക് പ്രാന്തിളകിയാൽ സതീശൻ ഒരു ചുക്കുമില്ല. അതുകൊണ്ടാണല്ലോ ആരുടെയും മക്കൾക്ക് ദോഷം വരാതിരിക്കാൻ വകതിരിവ് പറഞ്ഞുകൊടുത്ത പിതാവിനെതിരെ സതീശൻ ഉറഞ്ഞു തുള്ളിയത്. ഇപ്പോ സതീശന് കാര്യം പിടികിട്ടി. ഇതിനാ സതീശ പറയുന്നത് അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയുമ്പോൾ അറിയുമെന്ന്. ഏതായാലും ആ കുട്ടി വേഗത്തിൽ തന്നെ സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. തൽപര കക്ഷികൾ ഒത്തിരി വിറപ്പിച്ച് നോക്കിയിട്ടും വിറക്കാതിരുന്ന പാലാ പിതാവ് തൻ്റെ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നുള്ള സത്യം വിഴിഞ്ഞത്ത് വെച്ച് കണ്ടപ്പോൾ ഷെക്കേന TVയോട് തൻ്റെ ഇടത്തോടെ അദ്ദേഹം അത് വിളിച്ചു പറഞ്ഞു. ഈ വിഷയം ആദ്യമായിട്ട് ജനത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത് അങ്ങാണ്. അതിപ്പം ജസ്റ്റ് 1 വർഷം കൃത്യനിഷ്ഠ തികയാണ്. സമൂഹ മാധ്യമങ്ങളിൽ അങ്ങേക്ക് ഒത്തിരിയേറെ പ്രോത്സാഹനവും പിന്തുണ ഇപ്പോൾ കയ്യടി അടക്കം വന്നുകൊണ്ടിരിക്കുക. അങ്ങ് പറഞ്ഞത് യഥാർത്ഥ ദൈവിക സ്വരമാണെന്ന് പോലെ ഇപ്പം ജനം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ദൈവിക പ്രേരണയാൽ അങ്ങ് പറഞ്ഞതാണോ? അപ്പം ഈ ഒരു നിലപാട് ഇനിയും തുടരുക എന്ന് തന്നെയാണോ അങ്ങയുടെ നിലപാട്? തീർച്ചയായിട്ടും ഞാൻ എടുത്ത നിലപാടിൽ നിന്ന് എനിക്ക് യാതൊരു വ്യത്യാസവുമില്ല. കാരണം നമ്മൾ സത്യമായ കാര്യമാണ് പറഞ്ഞത്, അസത്യമായിട്ടൊന്നും പറഞ്ഞില്ല. ആരെയും നമ്മൾ ആക്ഷേപിക്കാനും പറഞ്ഞതല്ല. പറഞ്ഞത് നമ്മളുടെ സമുദായത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി, ഈ കേരള സംസ്ഥാനത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി പറഞ്ഞ കാര്യമാണ്. അത് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു തന്നെ നിൽക്കും. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. വിവരമുള്ള മൂത്തവർ ചൊല്ലുമ്പോൾ അത് മുതുനെല്ലിക്ക പോലെ കഴിക്കും.
ഒടുവിലെ അതിൻ്റെ മധുരം നമുക്ക് മനസ്സിലാകും. ദുരഭിമാനത്തിന് കയ്യും കാലും വെച്ച നാട് നന്നാക്കികളിൽ പലരും അതിപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ വിഷയം ഷെക്കേന ബിഗ് ഡിബേറ്റിൽ ചർച്ച ചെയ്തപ്പോൾ യുവാക്കളെ മാത്രമല്ല യുവതികളും എങ്ങനെയാണ് ലഹരി മരുന്ന് കുരുക്കിൽ അകപ്പെടുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കാസയുടെ പ്രസിഡന്റ് കെവിൻ പീറ്റർ നടത്തിയ വസ്തുനിഷ്ഠമായ വിശകലനം കാത് തുറന്നു തന്നെ കേൾക്കണം. മുൻകാലങ്ങളിൽ യുവാക്കളായിരുന്നു ഇതിൽ കൂടുതൽ അഡിക്റ്റ് ആയിരുന്നതെങ്കിൽ ഇപ്പോൾ യുവതികളും ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥിനികളും വരെ ഇതിൽ അകപ്പെട്ടിരിക്കുന്നു. അതാണ് ഭീകരമായി മാറിയിരിക്കുന്നത്. ഇത് ഒരു ഇപ്പോഴത്തെ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സമുദായത്തിന്റെ ആൾക്കാരുടെ അവർ തന്നെയാണ് ഇതിന്റെ മുൻപന്തിയിൽ തന്നെയും ഉള്ളത്. ശരിക്കും സത്യത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേവലം ഒരു കണ്ണിൽ പൊടിയിടൽ മാത്രമാണ്. അവസാന ആളുകളെ മാത്രമാണ് പിടികൂടപ്പെടുന്നത്. ഒന്നെങ്കിൽ ഉപഭോക്താക്കൾ, അല്ലെങ്കിൽ ചില്ലറ വിൽപ്പനക്കാർ, കരിയർമാരായി മാറിയിരിക്കുന്നവർ, അവരെ മാത്രമാണ് പിടിക്കപ്പെടുന്നത്. അതായത് ഈ കരിയർമാരായി അല്ലെങ്കിൽ ചില്ലറ വിൽപ്പനക്കാരോ ഈ രംഗത്തേക്ക് ലാഭം പ്രതീക്ഷിച്ച് വന്നതല്ല. ഇവർ ആദ്യം മയക്കുമരുന്നിന് അടിമകളായി മാറുന്നു. പിന്നെ ഇതിന് പണം ഇല്ലാതെ വരുമ്പോൾ ഇവർ ഇതിന്റെ കരിയർമാരോ ചില്ലറ വിൽപ്പനക്കാരോ ആയി മാറുന്നു. അങ്ങനെയാണ് ഇതിൽ വന്നുപെടുന്നത്. ഇതിൽ ഏറെയും പെൺകുട്ടികൾ ഇതിൽ അകപ്പെട്ടു കഴിഞ്ഞു. ഈ പെൺകുട്ടികളെ ഇതിനകത്ത് അകപ്പെടുത്തുന്നത് പ്രണയത്തിലൂടെയാണ്. പ്രണയത്തിലൂടെ കൊണ്ടുവന്നതിന് ശേഷം മയക്കുമരുന്നിന് അടിമയാക്കുകയും തുടർന്ന് അവളെ കരിയറും വിൽപ്പനക്കാരിയും ആക്കി മാറ്റുന്നു. ഇതിലൂടെ ഇവർ 3 കാര്യങ്ങളാണ് ലക്ഷ്യം വെക്കുന്നത്. ഒന്ന് പ്രണയത്തിലൂടെ മതം മാറ്റുന്നു, ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നു. മൂന്നാമത് ഇവരുടെ സുഗമമായിട്ട് ഇവരുടെ മയക്കുമരുന്നിന്റെ കച്ചവടത്തിനെ ഉപയോഗിക്കുന്നു. ഇത് ഒരു പെൺകുട്ടി പോലും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവരെല്ലാവരും തന്നെ ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള പെൺകുട്ടികളാണ്. അതെല്ലാം നല്ല കുടുംബങ്ങളിലുള്ളത്, നല്ല രീതിയിൽ പഠിക്കുന്നതുമായിട്ടുള്ള കുട്ടികളാണ്. ഇതിലേറെയും ഇതിൽ പിടിക്കപ്പെടുന്ന പെൺകുട്ടി ഒന്നും ഈ ലഹരി MDMA സ്റ്റാമ്പോ LSDയോ എന്തുമായിക്കൊള്ളട്ടെ, ഇതൊന്നും രുചിച്ച് നോക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഇതിൽ വന്ന് പെട്ടതല്ല. ഇവൾ അറിയാതെ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഇവളെ കൊടുത്ത് ഇതിനെ അടിമയാക്കി പിന്നെ ഇവൾക്ക് ഇതില്ലാതെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇതിൽ എത്തിപ്പെടുന്നു. പിന്നെ കാമുകന്റെയോ ഭർത്താവിന്റെയോ നിർദ്ദേശപ്രകാരം അല്ലായെങ്കിൽ ഇതിനു വേണ്ടി മാത്രം ഇവൾ ഇത്തരം കാര്യങ്ങളുമായി സഞ്ചരിക്കുവാനും ചില്ലറമായിട്ട് വിൽക്കാനും അവൾ നിർബന്ധിതരാകുന്നു. ലഹരി എന്ന ഈ സാമൂഹിക വിപത്ത് സമൂഹത്തെ കാർന്നു തിന്നുമ്പോൾ വിദ്യാലയത്തിൽ നിന്നും, ദേവാലയത്തിൽ നിന്നും, ഭവനത്തിൽ നിന്നും അതിനെതിരെ ഉണ്ടാകേണ്ട ജാഗ്രതാ നീക്കങ്ങൾ വലുതാണ്. ഷെക്കേന ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്ത സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ആന്റണി തറേക്കടവിലിന്റെ വാക്കുകൾ വളരെ വളരെ ശ്രദ്ധേയമാണ്. നമുക്ക് 2 പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അടിസ്ഥാനപരമായി, അല്ലെങ്കിൽ 3 എന്ന് പറയാം. നമുക്ക് കുഞ്ഞുങ്ങൾ കുറവാണ്, അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളിൽ കാര്യമായ ക്ഷതം സംഭവിച്ചു. ഇനി കുട്ടികൾ കുറവായതുകൊണ്ട് തന്നെ കുട്ടികൾ തമ്മിൽ അവർക്ക് കൂട്ടുകാരും ബന്ധുക്കളും ഇല്ലാത്തൊരു നിലയിലേക്ക് നമ്മൾ വന്നു. ഇങ്ങനെ വന്നപ്പോൾ കുടുംബ ബന്ധങ്ങൾ തകർന്നപ്പോ വാസ്തവത്തിൽ മാതാപിതാക്കളായിരുന്നു ഈ മക്കളുടെ ആശ്രയവും എല്ലാമായി തീരേണ്ടിയിരുന്നത്, ഇല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളായിരുന്നു. അവിടെ നമുക്ക് പരാജയം സംഭവിച്ചു. അത് നമ്മൾ ഒരു ദീർഘകാലമായിട്ടുള്ള ഒരു പരാജയമാണ്, നമ്മൾ പരിഹരിക്കേണ്ട പരാജയമാണ്. രണ്ടാമത്തത്, നമ്മുടെ സംവിധാനത്തിൽ വാസ്തവത്തിൽ ഞാനത് കുറ്റം പറയുകയല്ല, പക്ഷേ നമ്മുടെ ഫോർമേഷൻ സംവിധാനത്തിൽ ഇതുവരെയും ആ ജീവന്റെ സുവിശേഷം എന്ന് പറയുന്നത് വളരെ പ്രാക്ടിക്കലായിട്ട് ഈ കുഞ്ഞുങ്ങളിലേക്ക് നമുക്ക് നൽകാനായിട്ടുള്ള ഒരു സംവിധാനം എമർജ് ചെയ്തിട്ടില്ല. കുഞ്ഞുങ്ങളിലേക്ക് ക്രിസ്തു സത്യദൈവമാണെന്നും രക്ഷകനാണെന്നും പറഞ്ഞു കൊടുക്കാനും ആശ്വാസം അവിടെയാണ് തേടേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാനും ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ വീണു പോകാതിരിക്കാനും വാസ്തവത്തിൽ അത് സാധ്യമാണ്. ഒരുപക്ഷെ കേരള സമൂഹം അനുവർത്തിച്ച ഒരുതരം കടുത്ത നിസ്സംഗത ഈ ലഹരി ഭീകരതയുടെ വ്യാപനം തീവ്രമാക്കാൻ കാരണമായിട്ടുണ്ടെന്നുള്ളത് ഒരു വലിയ സത്യമാണ്. പോലീസും ഭരണ സംവിധാനവും കഴിഞ്ഞ നാളുകളിൽ ഈ വിഷയത്തിൽ കാട്ടിയ അനാസ്ഥയാണ് സ്ഥിതിഗതികൾ ഇത്രയും വഷളാക്കിയത്. ഷെക്കേന ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്ത സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ അക്കാര്യമാണ് വ്യക്തമാക്കിയത്. ഈ കറ എല്ലാ വിഭാഗം നമ്മുടെ ഭരണ, രാഷ്ട്രീയ, സാമൂഹിക, എല്ലാ സാംസ്കാരിക മേഖലകളുള്ള എല്ലാവരുടെ ദേഹത്തും ഈ കറയുണ്ട്. ഇത്രയും ഇഷ്യൂ ഉണ്ടായിട്ട് ഇതുപോലെ കേരളം കഴിഞ്ഞ നാളുകളൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ, ലോകത്ത് തന്നെ ഒരിടത്തും ഇല്ലാത്ത രീതിയിൽ അതിഭീകരമായ രീതിയിൽ നാർക്കോട്ടിക് ഒരു ടെററിസം എന്ന രീതിയിൽ തന്നെ ഇവിടെ ഇത് വ്യാപിച്ചിട്ട്
നമ്മുടെ ഏതെങ്കിലും സാംസ്കാരിക നേതാക്കന്മാർ ഇതിനെപ്പറ്റി സംസാരിച്ചോ? നമ്മുടെ രാഷ്ട്രീയ പണ്ഡിതന്മാര് ഒന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യം ഒറ്റയും പകലും ഇവിടുന്ന് ആരെങ്കിലും മിണ്ടിയോ? മിണ്ടിയില്ല. കാരണം ഇതെല്ലാം ഇതിനകത്ത് പങ്കുപറ്റുന്നവരോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാ. ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പൊടിയും എടുത്ത് പഠിപ്പും മുടക്കി സമരത്തിനും ഹർത്താലിനും അടിച്ചു പൊളിക്കാനും നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ, SFI, KSU, ABVP തുടങ്ങി ഏത് സംഘടനയുണ്ട് ഈ കാര്യത്തിൽ മുന്നോട്ട് വന്നിരിക്കുന്നത്? കാരണം അവർക്ക് ഇത് അടിക്കാത്ത പിള്ളേരെ കിട്ടാത്ത അവസ്ഥയായി. അപ്പൊ ഇതെങ്ങനെയും കൊടുത്തിട്ടാണ് പോലും രണ്ടുപേര് വരട്ടെ എന്നൊരു ചിന്തയിലേക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോകും. ഇത് എവിടെ നിന്ന് വരുന്നു? ഇതിന്റെ സോഴ്സും ഡെസ്റ്റിനേഷനും അന്വേഷിക്കുന്നില്ല. ഈ പിടിക്കപ്പെടുന്നവരെല്ലാം സാധാരണക്കാര് അവരുടെ, ഞാൻ പലരുടെ വീടുകളിൽ പോയിട്ടുണ്ട്. ചെറ്റക്കുടില് ചെറിയ വീടുകള്, ഇതുങ്ങളൊന്നും സമ്പാദിക്കുന്നില്ല. ഒരു ബൈക്കില്ല, നല്ലൊരു ഫോൺ പോലും പലരുടെയും കൈകളിലില്ല. വലിയ കോടികള്, 5 കോടി 10 കോടിയുടെയും ഈ MDMA പിടിക്കുന്നവരുടെ വീടുകളിൽ കൈകളിൽ പോലും നല്ലൊരു ഫോൺ പോലും ഇല്ലാത്ത ഒരവസ്ഥ, ഒരു ബൈക്കില്ല ചുറ്റിപ്പൊളിച്ചെടുക്കാൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഈ 10 കോടിയുടെയും 5 കോടിയുടെയും ഒക്കെ ഈ ഡ്രഗ് വാങ്ങാനുള്ള ഫണ്ട് ഇവിടെ നിന്നാണ്. ആ ഫണ്ട് മുടക്കിയ ആളുകളിലേക്ക് അന്വേഷണം പോകുന്നില്ല. ഇനി ഇവർ ഈ വിറ്റ് കഴിഞ്ഞ് ഇത് കൊണ്ടുവന്ന് കൊടുത്ത് കാരിയറായിട്ടോ അല്ലെങ്കിൽ ഇത് വിറ്റ് കഴിഞ്ഞാൽ ഈ ഫണ്ട് എങ്ങോട്ടാ പോകുന്നത്? ഇവരുടെ ആരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകുന്നില്ല, ഇവരാരും എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഏതൊരു സോഴ്സിലേക്ക് പോകുന്നുണ്ട്. ആ സോഴ്സിനെ പറ്റി അന്വേഷിക്കാൻ ഇപ്പോഴും നമ്മുടെ ഭരണ സംവിധാനങ്ങൾ മടിച്ചു നിൽക്കുന്നു. അഴിമതി നിരോധന നിയമങ്ങളെ അട്ടിമറിക്കാൻ പരസ്യമായി നിയമങ്ങൾ കൊണ്ടുവരുന്ന ഒരു സർക്കാരിൽ നിന്ന് ജനത്തിന് അമിതമായ പ്രതീക്ഷയൊന്നുമില്ല. എങ്കിലും നിയമസഭയിൽ നടത്തിയ പ്രഖ്യാപനങ്ങളിലെ ആത്മാർത്ഥത മുഖ്യമന്ത്രി തൻ്റെ പ്രവർത്തികളിലൂടെ തെളിയിക്കട്ടെ. ഉപയോഗിച്ച ശേഷം കളയുന്ന ഉപഭോഗ സംസ്കാരം ആധുനിക വിവാഹ ബന്ധങ്ങളെ ബാധിക്കുന്നുവെന്ന കോടതി പരാമർശം മാധ്യമങ്ങൾക്ക് അങ്ങോട്ട് ഒട്ടും പിടിച്ചിട്ടില്ല. ജഡ്ജിയുടേത് വിവാദ പരാമർശമാണത്രേ. ഇവരെന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? കുടുംബങ്ങളെയും സമൂഹത്തെയും അരാജകത്വത്തിലേക്ക് നയിക്കാനോ? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിലപാട് കേരളത്തിലെ തലയ്ക്ക് വെളിവുള്ള ഓരോ മനുഷ്യരും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. വിവാഹം കഴിക്കുക എന്നത് ഒരു ബാധ്യതയായി യുവതലമുറ കരുതുന്നുവെന്ന കോടതിയുടെ അഭിപ്രായം വളരെ ശരിയാണ്. ചെറുപ്പക്കാരോട് സംസാരിക്കുന്ന, നിരന്തരം അവരെ നിരീക്ഷിക്കുന്ന ഏതൊരു മനുഷ്യനും തോന്നുന്ന കാര്യം തന്നെയാണ് ഹൈക്കോടതിയും പറഞ്ഞത്. ഇതിൽ കുരുപൊട്ടുന്നവർ ഒന്നാന്തരം അരാജകവാദികളാണ്. ലിവിങ് ടുഗദർ ബന്ധങ്ങൾ സമൂഹത്തെ മലീമസമാക്കുമെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? കുടുംബം എന്ന പവിത്രമായ സംവിധാനത്തെ മുച്ചൂടും തകർത്ത് കളയുന്ന ആഭാസത്തരമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. നാട്ടിലെ നിയമമനുസരിച്ച് നാട്ടുകാരും വീട്ടുകാരുമൊക്കെ അറിഞ്ഞു നടത്തുന്ന വിവാഹ ബന്ധങ്ങളാണ് നല്ല കുടുംബങ്ങളുടെ അടിത്തറ. നമ്മുടെ സമൂഹത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് കുടുംബങ്ങളാണ്. ലിവിങ് ടുഗദർ ബന്ധങ്ങൾ ഉത്തരവാദിത്വമില്ലായ്മയുടെ പ്രകടനമാണ്. നിന്നെ എനിക്ക് ഇഷ്ടമില്ലാതാകുന്ന നിമിഷത്തിൽ വേറെ യാതൊന്നും പരിഗണിക്കാതെ നീയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാനുള്ള ലൈസൻസ് നൽകുന്നതാണ് ലിവിങ് ടുഗദർ ബന്ധങ്ങൾ. കുടുംബ സംവിധാനത്തെ തന്നെ തകർക്കുന്ന, പരസ്പരം യാതൊരു ഉത്തരവാദിത്വമില്ലാതെ ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള അങ്ങനെയുള്ള ജീവിതം ആത്യന്തികമായി ഈ സമൂഹത്തിന് തന്നെ ഒരു വെല്ലുവിളിയാണ്. ഇത്തരം ബന്ധങ്ങളിലായിരിക്കുന്നവർ കുഞ്ഞുങ്ങളുണ്ടാകുന്നത് അധികം താല്പര്യപ്പെടില്ല. അഥവാ ഇത്തരം ബന്ധങ്ങളിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ ഭാവി തങ്ങളെ ജനിപ്പിച്ചവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അനാഥമാക്കേണ്ടി വരും. ഇതൊക്കെ ഒരാളുടെ വ്യക്തിപരമായ കാര്യമല്ലേ എന്ന് തീർച്ചയായും തോന്നാം, ശരിയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം പ്രായപൂർത്തിയായ ഓരോ മനുഷ്യനുമുണ്ട്. എന്നാൽ ആ സ്വാതന്ത്ര്യം ചില പൊതു മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കണമെന്ന് മാത്രം. നമ്മുടെ ദീർഘകാല സന്തോഷത്തിനും സമൂഹത്തിൻ്റെ പുരോഗതിക്കും അത് മാത്രമാണ് നല്ലത്. എനിക്കെൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന ചിന്ത ആർക്കും ഗുണം ചെയ്യില്ല. സദാചാരമെന്ന വാക്ക് തന്നെ നമ്മുടെ തലമുറയ്ക്ക് അലർജി ആയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. സമൂഹവും മതങ്ങളുമൊക്കെ മുൻപോട്ട് വയ്ക്കുന്ന നല്ല ആശയങ്ങൾ നമ്മുടെയും സമൂഹത്തിൻ്റെയും നന്മ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. അത്തരം സങ്കല്പങ്ങൾ പല തലമുറകളിൽ പരീക്ഷിച്ച് വിജയിച്ചവയുമാണ്. അതൊക്കെ പഴയ തലമുറയുടെ പിടിവാശികളാണെന്ന് പറഞ്ഞ്
പുച്ഛിക്കുന്നത് ഒരിക്കലും ശരിയല്ല. കുടുംബത്തിൽ ജനിച്ച് കുടുംബത്തിൻ്റെ സൗന്ദര്യവും അത് നൽകുന്ന ഊഷ്മളതയും അനുഭവിച്ച ഒരാളും കുടുംബത്തിന് വെളിയിലുള്ള ഒരു ബന്ധം ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. ഒരുപക്ഷെ ചില സെലിബ്രിറ്റികളുടെ ലിവിങ് ടുഗദർ ബന്ധങ്ങൾ യുവതലമുറയെ ആകർഷിച്ചെന്ന് വരാം. പക്ഷേ അത്തരം സംസ്കാരങ്ങൾ നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ചാൽ അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവിയെ തന്നെ നശിപ്പിക്കുന്നതാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നാഥനില്ല കളരി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ നാഥനില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് അതപ്പതിച്ചു പോയിട്ട് നാളുകളേറെയായി. പട്ടിയോട്ട് പുല്ല് തിന്നത്തുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയുമില്ല എന്ന അവസ്ഥയിലായിരുന്നു പാർട്ടിയിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പോലെയുള്ള ഒരു മഹാപ്രസ്ഥാനത്തെ നയിക്കാൻ കഴിവും പ്രാപ്തിയും ഇല്ലെന്ന് നേരത്തെ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. കപ്പൽ മുങ്ങുമ്പോൾ അവസാന യാത്രക്കാരനെയും രക്ഷിച്ചതിന് ശേഷം മാത്രമേ ക്യാപ്റ്റൻ പുറത്തിറങ്ങാവൂ എന്ന അലിഖിത നിയമം ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും നിലനിൽപ്പിനും വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റപാടെ പ്രസിഡന്റ് സ്ഥാനം ഉപേക്ഷിച്ച് ഓടിപ്പോയ രാഹുൽ ഗാന്ധി ഒരിക്കലും ഒരു നല്ല നേതാവല്ലെന്ന് അങ്ങനെ തെളിയിച്ചതാണ്. ഇപ്പോൾ ഈ പോക്ക് പോയാൽ പാർട്ടി ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമെന്ന അവസ്ഥ വന്നപ്പോൾ തങ്ങളുടെ കുടുംബത്തിൽ നിന്നല്ലാത്ത അശോക് ഗെഹ്ലോട്ടിനെ പോലെയുള്ള ഒരു വൃത്തനെ നിർദ്ദേശിച്ചിരിക്കുന്നത് പിൻസീറ്റ് ഡ്രൈവിംഗ് മാത്രം ഉദ്ദേശിച്ചാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഈ പാർട്ടി ഇനി പച്ച പിടിക്കണമെന്ന് ആഗ്രഹമുള്ള ഏതൊരു കോൺഗ്രസ്സുകാരനും പ്രസിഡന്റായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു വ്യക്തി അത് ശശി തരൂർ മാത്രമായിരിക്കും. അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സമ്പൂർണ്ണ നാശം ഏതൊരാൾക്കും പ്രവചിക്കാവുന്നതാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച കോൺഗ്രസ് പോലെയുള്ള ഒരു മഹാപ്രസ്ഥാനം നശിച്ചു കാണരുത് എന്നുള്ള തീവ്രമായ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ ആഴ്ച ന്യൂസ് കാൻ സമാപിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.